ഞാൻ ചോദിക്കുമ്പോൾ അവരെപ്പോഴും പറയുന്ന മറുപടി, "അയ്യോ നാദിറ ആയതുകൊണ്ട് അതൊരു ട്രാൻസ് പേഴ്സണും കൂടെ അല്ല. അപ്പൊ അങ്ങനത്തെ ഒരു കഥാപാത്രമൊന്നും ഈ പടത്തിലില്ല." അങ്ങനത്തെ ഒരു കഥാപാത്രം നമ്മൾ എങ്ങനെ ഉണ്ടാവണേ? നിങ്ങൾ മരണമാസം ഒരു എക്സാമ്പിളായിട്ട് എടുക്കുക. ഞാനൊരു അംഗൻവാടി ടീച്ചറാ. അംഗൻവാടി ടീച്ചർ നാദിറ ആയതുകൊണ്ട് ട്രാൻസ്ജെൻഡർ എന്ന് ബ്രേക്കറ്റ് ചെയ്തിട്ടില്ല. അതിന്റെ ആവശ്യം വരുന്നില്ല. കാരണം സാധാരണ നിങ്ങളുടെ സൊസൈറ്റി കാണുന്ന ആളുകളല്ലേ ഞങ്ങളും. അഡ്വക്കേറ്റ് ആയിട്ടും വക്കീലായിട്ടും ക്രിമിനൽസ് ആയിട്ടും ഒക്കെ നമ്മളിവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ തന്നാൽ മതി. എന്തിനാണ് ഈ ബ്രേക്കറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നിടം അവിടെയല്ലേ നിങ്ങൾ തോറ്റുപോയത്. അപ്പൊ നിങ്ങൾ സിനിമ എടുക്കുന്ന സമയത്ത് ട്രാൻസ്ജെൻഡർ ആണെന്ന് വിചാരിക്കേണ്ട. സാധാരണ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന റോള് മതി ഞങ്ങൾക്കും. അപ്പൊ അത്തരത്തിൽ ചിന്തിക്കാൻ മാത്രം ലിബറൽ ചിന്താഗതിയൊന്നും നമ്മുടെ കൂടെ ഉള്ള മനുഷ്യർക്കില്ല. പ്രത്യേകിച്ച് ക്യൂർ പൊളിറ്റിക്സ് പറയുന്ന ആൾക്കാരുടെ സിനിമയിൽ ഒട്ടുമില്ല. മനസ്സിലായില്ലേ? ഈ ക്യൂർ പൊളിറ്റിക്സ് ഒക്കെ അവർ പറയും. പ്രൈഡിന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ അവർക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ അവരെടുക്കാൻ പോകുന്ന സിനിമയ്ക്കകത്ത് ഒരു ചായ കൊടുക്കാൻ പോലും ഒരാളുണ്ടാവില്ല എന്നുള്ളതാണ്. അവരുടെ പേടി അതാണ്. പിന്നെ ഈ പറഞ്ഞ കണക്ക് എനിക്കായതുകൊണ്ടാണെന്ന് അറിയില്ല. എനിക്കൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ റോൾ വരണ്ട. എന്തിന്? ഞാനൊക്കെ പടത്തിന്റെ ഭാഗമാകണം എന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ കുറേ റോൾ വേണം, നടിയാവണമെന്ന് ഒരിക്കലും ചിന്തിക്കുന്ന ഓക്കെ. പോലും ഇല്ല. അങ്ങനെ ആദ്യമായിട്ടൊരു സിനിമയിലേക്ക് ഒരു ചാൻസ് വന്ന കോൾ വന്നപ്പോഴേ ഞാൻ കള്ളം പറഞ്ഞിട്ടാ അഭിനയിച്ചേ. എന്ത്? എന്റെ ഫസ്റ്റ് പടം ഞാൻ കള്ളം പറഞ്ഞ ഞാൻ ഫ്രീഡം ഫൈറ്റ് കുഞ്ഞിലായിരുന്നു. അത് ആന്തോളജി മൂവി ആയിരുന്നു. ആ, ജിയോ ബേബി സാറായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ കുഞ്ഞിലായിരുന്നു അതിനകത്ത് ഡയറക്ട് ചെയ്തത്. ഞങ്ങളുടെ അശ്രിന്ദായിരുന്നു ലീഡ് ചെയ്തത്. ആ, അപ്പൊ അതിന്റെ കാസ്റ്റിംഗ് കോളിൽ ഇങ്ങനെ ഇട്ടിരുന്നു, 30 വയസ്സ് തികഞ്ഞിരിക്കണം, കോഴിക്കോടൻ ഭാഷ അറിഞ്ഞിരിക്കണം. എനിക്കത് 19 വയസ്സ്. ആ. അന്നത് മെച്യൂരിറ്റി കാണിക്കാൻ ഞാൻ സാരി ഉടുത്ത് പോയത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് 30 ഞാൻ പറഞ്ഞിട്ടില്ല അവിടെ പോയിട്ട്. എനിക്ക് 10-27 തോന്നിക്കണമെങ്കിൽ മിനിമം തോന്നിക്കണമല്ലോ. ആ, കോഴിക്കോട് ഭാഷ അറിഞ്ഞിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ കാസർഗോഡ് ഒരു ബന്ധം ഉണ്ടെന്നുള്ളതുകൊണ്ട് ആ. അവിടെ അതും പറഞ്ഞു. അങ്ങനെ ഈ 2 കള്ളവും പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യം അഭിനയിക്കണേ. എന്നിട്ട് അവരോട് എപ്പോഴെങ്കിലും സത്യം പറഞ്ഞോ? ഇല്ല. ഇത് ഇപ്പോഴാണ്. കുഞ്ഞിലെന്നെ കുഞ്ഞില് ഇപ്പോഴാണ്. ഞാനിപ്പോ ഭയങ്കര കൂട്ടാണ്. ആ, എനിക്കതൊന്ന് ഇല്ല. അവർക്കറിയാൻ പറഞ്ഞിട്ടില്ല. ചിലപ്പോ അവർക്കറിയോന്ന് അറിയില്ല. പക്ഷെ അവർക്കന്ന് ഓഡിഷൻ ചെയ്താണ് അവരെടുത്തത് തന്നെ. ഉം. അന്ന് കുറെ ഓഡിഷൻസില് കുറെ പേര് പങ്കെടുത്തിരുന്നു. അപ്പൊ അങ്ങനെ സിനിമ മോഹം ഉള്ളിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സിനിമയിലേക്ക് ആ അങ്ങനെ എത്തിയത്? പൈസ കിട്ടുമല്ലോ. അതായിരുന്നു അപ്പൊ മെയിൻ എയിം. ചാൻസ് കിട്ടുക എന്നുള്ള ഈ സിനിമയുടെ പിറകെ നടന്ന ജീവിതം അങ്ങനെ പോയിട്ടില്ല. ഓക്കെ. നമുക്കൊരു കാസ്റ്റിംഗ് കോൾ ഉണ്ട്, അപ്പൊ ഒന്ന് അപ്ലൈ ചെയ്തേക്കാം, ഒന്ന് നോക്കിയേക്കാം, ഉം. അങ്ങനെ ഉള്ളൂ. ഓക്കെ. അല്ലാതെ സ്റ്റിൽ ഞാൻ ഇപ്പോഴാണ് സിനിമയെ സ്വപ്നം കാണുന്നത്. കാരണം ഉം. ഇന്ന് ആവശ്യമാണ് ഉം. എനിക്ക് സിനിമയിൽ അഭിനയിക്കണം. ഉം. പൈസയേക്കാൾ കൂടുതൽ എനിക്ക് അവസരങ്ങൾ കിട്ടണം എന്നുള്ളത് എന്റെ ആഗ്രഹമാണ്. ഉം. അന്ന് അങ്ങനെയല്ലായിരുന്നു. അന്നും പൈസ മാത്രം മുന്നിൽ പൈസ കണ്ടുകൊണ്ട് മാത്രം കണ്ടു, പിന്നെ ഇത് വേറെ ഒരു പണിയില്ലാതിരിക്കുന്ന ഒരാൾക്ക് ഒരു പണി കിട്ടുന്നു ആ, എന്നുള്ളതേ ഉള്ളൂ. അത് കണ്ടിട്ടാണ് അന്ന് അത്രേ ഉള്ളൂ. ഇറങ്ങിയത്. പിന്നെ കോഴിക്കോട് കാണാൻ പോകാൻ പറ്റുമല്ലോ എന്നുള്ള വേറെ കാര്യം. അതാ സിനിമ കോഴിക്കോടാണ് നടക്കണേ. ഓ, അങ്ങനെയാണ് അതിന്റെ അതെ. ഭാഗമായത്. വലിയ തമാശയായിരുന്നു അന്ന് ഈ കള്ളം പറയാന്നുള്ളത്. ഉം. ഇതിനിടയില് ഈ ഒരു നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ ഈ ഒരുപാട് അങ്ങടും ഇങ്ങടും പൊളിറ്റിക്സ് ഉണ്ടെന്നോ, നിങ്ങളുടെ ഇടയിൽ തന്നെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉള്ള ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞു ഉം. കേൾക്കുന്നുണ്ട്. സത്യാവസ്ഥ ഉണ്ടോ? ഉണ്ട്. കാരണം എനിക്ക് തന്നെ കമ്മ്യൂണിറ്റിയിൽ യോജിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടെന്നുള്ളതാണ്. എനിക്ക് ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒട്ടും ഇഷ്ടമല്ല. ഇപ്പം ഞാൻ ഭയങ്കര പ്രിവിലേജ്ഡ് ആണെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ചുറ്റും കിടക്കുന്ന മനുഷ്യർ അനുഭവിക്കട്ടെ എന്ന് കരുതരുത്. കാരണം നാളെ ഞാൻ എന്ത് പറഞ്ഞാലും അത് എൻ്റെ കമ്മ്യൂണിറ്റിക്ക് സപ്പോർട്ടായിട്ട് വരുന്ന രീതിയിലായിരിക്കണം സംസാരിക്കേണ്ടത്. ആ, അല്ലേ? അപ്പം പിന്നെ മാത്രമല്ല, എൻ്റെ ഭാഷ അത്യാവശ്യം നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. അതെൻ്റെ ക്വാളിറ്റി കൊണ്ടല്ല, എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ്. അപ്പം നിങ്ങൾ പലരും ഈ പലരുടെയും സംസാര രീതി കുറച്ചും കൂടി ശ്രദ്ധിക്കാനുണ്ട്. കാരണം എന്തെങ്കിലും ഒന്നിനെ കുറ്റം പറയുന്ന സമയത്ത് അത്തരം മോശം വാക്കുകൾ ഉപയോഗിക്കരുത്. പ്രത്യേകിച്ച് കാരണം നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് സോഷ്യൽ മീഡിയയിലും ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയുടെ സ്റ്റേറ്റ്മെന്റ്സ് ചോദിക്കുമ്പോഴത്തേക്ക് ആ പൊളിറ്റിക്കൽ പാർട്ടിയെ പറ്റി കുറ്റം പറയാൻ അത്രയും അധപ്പതിച്ച പാർട്ടികളൊന്നും ഇല്ല നമ്മുടെ ചുറ്റും. ബി ജെ പിയെ കുറ്റം പറയുന്ന ആൾക്കാരൊന്ന് ചിന്തിച്ച് നോക്കുക. ബി.ജെ.പി കേന്ദ്ര ഭരണം അതിലൊരു പാർട്ടിയാണ്. അവരുടെ ചരിത്രം പരിശോധിച്ചാൽ നല്ല മനുഷ്യർ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. നാളെ രമ്യ ചേച്ചി ബി.ജെ.പി പോവാണെന്ന് വിചാരിച്ചോ. ചേച്ചി ഞാനും സുഹൃത്തുക്കളാണ്. എന്നെ സംബന്ധിച്ച് സുഹൃത്ത് തന്നെയാണ്. അങ്ങനെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സിൽ വിയോജിപ്പുണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ തമ്മിൽ സുഹൃത്തുക്കളാകാതിരിക്കുന്നില്ല. ഈവൻ സ്റ്റിൽ എൻ്റെ ഫ്രണ്ടാണ് അഖിൽ മാരാര്. ഉം. പുള്ളി വേറൊരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ പോയെന്ന് പറഞ്ഞ് എൻ്റെ സുഹൃത്താകാതിരിക്കുമോ? ഇല്ല. എനിക്ക് ബുദ്ധിമുട്ടിയ സമയത്ത് സഹായിച്ച ഒരാളാണ്. എൻ്റെ ബുദ്ധിമുട്ടുന്ന സമയത്ത് എൻ്റെ വിഷമം കേട്ട ഒരാളാണ്. എൻ്റെ വീടിൻ്റെ പാലുകാച്ചിൻ്റെ ഭാഗമായിട്ടൊക്കെ വന്നിട്ടുള്ള ആളാണ്. എൻ്റെ കാര്യങ്ങളിൽ നിന്നിട്ടുള്ള മനുഷ്യനാണ്. ആ മനുഷ്യനെ സംബന്ധിച്ച് പൊളിറ്റിക്കലി വിയോജിപ്പുണ്ടാവും. ഓക്കെ. അയാളുടെ സ്റ്റേറ്റ്മെന്റ്സിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷെ എന്നും പറഞ്ഞ് എനിക്ക് അങ്ങനെ അയാൾ മരിക്കണമെന്നോ ഇല്ല ആക്രമിക്കപ്പെടണമെന്നോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഈയിടെ നമ്മൾ കണ്ടതാണല്ലോ അതെ. അഖിലിന്റെ എഗെയിൻസ്റ്റ് എത്ര സ്റ്റേറ്റ്മെന്റ്. പേര് ഇതെങ്ങനെ വന്നു എന്നുള്ളത്. ആ സമയത്ത് ഇപ്പൊ നാദിര വിളിക്കോ? ആ, ആ സമയം ഞങ്ങൾക്കിടയിൽ വലിയൊരു തമാശയുള്ളത്, ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിയോജിപ്പുകൾ പറയുമെങ്കിലും കുറെ കാലത്തിന് ശേഷം ഞങ്ങൾ വിളിച്ചാൽ കുറെ സംസാരിക്കും ഞങ്ങള്. ഉം. ആ, മതി. ഇതൊക്കെ തന്നെയല്ലേ സുഹൃത്തുക്കളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ നാദിരക്ക് വിയോജിപ്പുണ്ട് കേട്ടോ. കാരണം പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിച്ച് സംസാരിക്കണം എന്നുള്ളതാണ്. കാരണം അങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യാറുണ്ടോ? ഉണ്ട് ഉണ്ട്. അയ്യോ അതെ, ഞങ്ങൾ ആണോ? അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാറുണ്ട് ആ അപ്പൊ കാര്യത്തിൽ. അദ്ദേഹം എങ്ങനെ ന്യായ പറയുന്നത്? ന്യായീകരണ തൊഴിലാളിയാ പുള്ളി. ആണോ? പുള്ളി അതാണ്, ഞാനും അതാണ്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ കാര്യത്തിൽ ഒരു ഫൈറ്റ് ഉണ്ടാവാറുണ്ട്. അടി ഉണ്ടാവാറുണ്ട് ആ, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് ഉണ്ട്. വിട്ടുകൊടുക്കൽ ഒരു ഡിബേറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കും. അല്ലേ? പക്ഷെ സ്നേഹമാണ്. ഉം.
നാദിറയ്ക്ക് പൊളിറ്റിക്സ് ഉണ്ടോ അപ്പൊ? ഉണ്ടുണ്ട്. ഞാൻ എൽഡിഎഫിന്റെ ഭാഗമാണ്. ഞാൻ എഎസ്എഫിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. കുട്ടിക്കാലം തൊട്ട് തന്നെ കുട്ടിക്കാലം എന്ന് പറയുമ്പോഴത്തേക്കും ഞാനൊരു ട്രാൻസ് പേഴ്സൺ ആകുന്ന സമയം തൊട്ട് തന്നെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു ലീഡർഷിപ്പിലുള്ള ഒരാളാണ്. ഓക്കെ. ഇതിനിടയില് എനിക്ക് അറിഞ്ഞൂടാ, ഉം. കേട്ടിരിക്കുന്ന കാര്യമാണ്, ഒരു ഡൗട്ട് രീതിയിൽ ചോദിക്കുകയാണ്. ചില ആൾക്കാര് ഒരു അവരൊന്നും ആവില്ല. ഉം. അവര് ചിലപ്പം പൂർണ്ണമായിട്ടൊരു പുരുഷൻ തന്നെയായിരിക്കാം. ചിലപ്പം പൂർണ്ണമായിട്ടൊരു സ്ത്രീ ഉം. ആയിരിക്കാം. ഇവര് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പൈസ ഇണ്ടാക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ വേഷം കെട്ടി എന്തെങ്കിലും നിൽക്കുമ്പോൾ അവിടെ കിട്ടുന്ന കുറെ പ്രിവിലേജസ് ഉം. ഉം. ഉണ്ട്. അതിന് വേണ്ടിയിട്ട് വേഷം കെട്ടി ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞ് ഉം. കേട്ടിട്ടുണ്ട്. അതില് സത്യാവസ്ഥയുണ്ടോ? അങ്ങനത്തെ മനുഷ്യര് ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. ഈ പറഞ്ഞ കണക്ക് എനിക്ക് തോന്നുന്നില്ല അത് കുറേ കാലം അയാൾക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റും എന്നുള്ളത്. ഇപ്പം കേരളത്തിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യക്തി ട്രാൻസ് പേഴ്സൺ ആണോ അല്ലേ എന്നുള്ളത് ഇവിടെ ചുറ്റുമുള്ള മനുഷ്യർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ പറ്റും. എനിക്ക് തോന്നുന്നില്ല കേരളത്തിനകത്ത് അങ്ങനത്തെ ഒരാൾ ഉണ്ട് എന്നുള്ളത്. കാരണം പലരും ഇതിൻ്റെ ബുദ്ധിമുട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ അനുഭവിച്ച് അതിൻ്റെ സ്ട്രഗിളിംഗ് ഒക്കെ അനുഭവിച്ച് ഞങ്ങൾ കാണുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണുന്നുണ്ടല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നത് പലരുടെ വളർച്ചയിലുണ്ടാവുന്ന ഒരു ഈഗോ ആയിരിക്കണം ചിലപ്പോൾ പലരെയും കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഫേക്ക് ഐഡന്റിറ്റി കാർഡ് എടുത്ത ആൾക്കാരില്ല എന്നുള്ളതാണ്. ആണോ? ഉം. ഇപ്പൊ നിങ്ങടെ ഇടയിലും ഒരുപാട് അങ്ങോട്ടും ആഘോഷം ഇങ്ങോട്ടും ഇതുണ്ട് കേട്ടോ. അടിയും വഴക്കും ഞങ്ങൾക്കിടയിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ കണക്ക് ഐഡന്റിറ്റി എടുത്ത ഫേക്ക് ഐഡന്റിറ്റി ഉള്ള മനുഷ്യർ വളരെ കുറവാണ്. കുറവാണ്. ഓക്കെ. ഉറപ്പായിട്ട് എനിക്കത് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സ്റ്റേജില് ആരെങ്കിലും മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ടോ? ഓയോ ഒത്തിരി കേട്ടോ. എനിക്ക് അതൊക്കെ ഭയങ്കര ട്രോമയായിട്ട് ചിലപ്പോൾ ചിന്തിക്കും. കാരണം ഏറ്റവും പ്രിയപ്പെട്ട അതിൽ ഞാൻ നല്ലതെന്ന് കരുതിയ ആൾക്കാരുടെ അടുത്തൊക്കെ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനത് തുറന്നു പറയാനും ആഗ്രഹിക്കുന്നുമില്ല എന്നുള്ള. ഞാൻ ഒരിടത്തും അലിഗേഷൻസ് സംസാരിച്ചിട്ടില്ല. അത് സംസാരിക്കരുത് എന്നുള്ളത് കൊണ്ടല്ല. എന്തോ അത് പറയുമ്പോൾ ഞാൻ എന്നെ തന്നെ ഇല്ലാണ്ടാക്കുന്നു എന്നൊരു തോന്നലുണ്ട്. കാരണം ഇനിയുള്ള ഒരാൾക്കൊരു പ്രചോദനം ആവരുത് അതൊന്നും. അപ്പൊ ഇത്തരത്തിലുള്ള വിഷമഘട്ടത്തിലേ നമ്മള് ഇപ്പൊ നിങ്ങളുടെ കൂടെ തന്നെയുള്ള നമ്മൾ ആരുടെ അടുത്താണ് നിങ്ങള് സഹായത്തിന് ആ പോകുന്നത്? നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളവരുടെ അടുത്തേക്കാണോ? പിന്നെയും ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് എല്ലാ കാര്യം എല്ലാവരുടെ അടുത്തും പറയാനും പറ്റത്തില്ലല്ലോ. ആ, പക്ഷെ നമുക്ക് പിന്നെയും ഇത്തരം വിഷയങ്ങളൊക്കെ സംസാരിക്കാൻ നമ്മൾ സുഹൃത്തിനോട് പറ്റും നമുക്ക്. ആ. വീട്ടിൽ നമ്മൾ ഒരിക്കലും പറയില്ല. പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ സുഹൃത്തുക്കളോട് സംസാരിക്കും. ഞാൻ എന്ത് പറയട്ടെ, എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ എന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ് എനിക്ക് വിഷമം ഉണ്ടെന്നൊക്കെ ഉള്ളത്. ഉം. പ്രകടമായിട്ട് അത് കാണാനും പറ്റും. പക്ഷേ ഞാൻ ടോളറേറ്റ് ചെയ്യും. ഞാൻ അങ്ങനെ അതിജീവിക്കും എന്നുള്ള ഉറപ്പുണ്ട്. നാളെ എക്സ്ക്യൂസ് മീ നാളെ എൻ്റെ ഈ ലോകം ഫുള്ളും കുറ്റം പറയാണ് എന്നെ. അന്ന് ഒരാൾ എൻ്റെ കൂടെ ഉണ്ടായാൽ മതി. ഞാൻ ഹാപ്പിയാണ്. എപ്പഴും ഞാൻ ചിന്തിക്കും എനിക്ക് ഇന്ന് നല്ലത് പറയുന്ന എല്ലാവരും നാളെ തന്നെ നല്ലത് പറയണമെന്നൊന്നുമില്ല. ഇപ്പൊ ഇത്ര നല്ലത് പറഞ്ഞ ആൾക്കാർ നാളെ നമ്മളെ കുറ്റവും പറയും. കുറ്റം പറയുന്ന സമയത്ത് ഒരാള് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ വിചാരിക്കുന്നിടത്ത് ഉണ്ടാവണം. ഉണ്ടായാൽ ഞാൻ ഹാപ്പിയാണ്. ഞാൻ അതിനെ ടോളറേറ്റ് ചെയ്ത് മുന്നോട്ട് വരും. ഒരുപാട് നല്ല സുഹൃത്തുക്കളുള്ള ഒരാളും കൂടിയാണ് നാദിർ. അതെ. അല്ലേ? അതെനിക്കറിയാം. ഞാൻ തന്നെ പലരെയും കണ്ടിട്ടുണ്ട് നാദിറയുടെ ആ, കൂടെ. ആ ഒരു കാര്യത്തിലും ശരിക്കും ഭാഗ്യം ചെയ്ത ഒരു, അതെ. അല്ലേ? ആ ഒരു കാര്യത്തില് ഞാൻ എവിടെ ഗട്സ്. പോയാലും സുഹൃത്തുക്കൾ ഉണ്ടാക്കും കൂടുതൽ. ആണ്. അതെ. അത് ഒരു ക്യാരക്ടറിന്റെ ഭാഗമാണ്. ആണ്. എനിക്ക് എല്ലാരുമായിട്ട് മിണ്ടിയും പെട്ടെന്ന് പറഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാ. ബുദ്ധിമുട്ടാ. എൻ്റെ അടുത്ത് തന്നെ എല്ലാവരും മിണ്ടുകയും വേണം. ഭയങ്കര പൊസസീവ് ആയിട്ടുള്ള ഞാൻ ഭയങ്കര എന്താ പറയട്ടെ പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. കുശുമ്പും അസൂയയും ഒക്കെ ഉള്ള ഒരാളാ ഞാൻ. അതെല്ലാർക്കും ഇല്ലേ? അത് പ്രകടമായിട്ട് കാണാം എൻ്റെ അടുത്ത്. പോസസീവ് ആണ്. ഇപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഇപ്പൊ എനിക്ക് രമ്യ ചേച്ചിനെ ഇഷ്ടമാണ്. ചേച്ചി എന്നെ ഇഷ്ടപ്പെടുന്ന മറ്റൊരാൾക്ക് മിണ്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഓ, അങ്ങനെയൊക്കെ ഞാൻ അത്രയും ചിന്തിക്കും. നല്ല പോസസീവ്, ഓവർ ആണ്. പോസസീവ് ആണ്. പക്ഷെ അത് ക്യൂട്ടാണ്. എന്റെ ഇതില്ല. ആ, ശത്രുവിന്റെ കണ്ണ് നോക്കി കാണില്ല. ആ. അപ്പൊ അങ്ങനെ അപ്പൊ സർക്കിൾ ഉണ്ടാക്കാൻ നോക്കും മാക്സിമം. ഞാൻ പോയിടത്ത് ഞാൻ എല്ലാ ദിവസവും വിളിക്കുന്ന ഫ്രണ്ട്സ് ഒന്നും ഇല്ല എനിക്ക്. ഉം. എനിക്കത് ആകാനും പറ്റില്ല. കാരണം എനിക്ക് കുറേ കാലങ്ങൾ ഞാൻ ഗ്യാപ്പ് എടുത്ത് സംസാരിക്കുന്ന ഒരാളടുത്ത് കഴിഞ്ഞ ലാസ്റ്റ് ഞങ്ങൾ എങ്ങനെ സംസാരിച്ചോ അതുപോലെ ആയിരിക്കും ഞാൻ പിന്നെയും സംസാരിക്കുക. സംസാരിക്കുന്നത്. എനിക്കത് മതി. ഉം. അല്ലാതെ നമ്മൾ കണ്ടിന്യൂ അതൊരു ഫേക്കാണ്. നമ്മൾ ആ ഉം. കടമ തീർക്കുന്ന പോലെ ഇപ്പം. ഉം. എനിക്കങ്ങനെ ആരോടും റെസ്പോൺസിബിലിറ്റി ഇല്ല. എനിക്ക് എന്നും വിളിക്കണം എന്നുള്ളത് എൻ്റെ ഉമ്മയെ വിളിക്കും ദിവസം. വാപ്പയെ പോലും ഞങ്ങൾ ദിവസം വിളിക്കാറില്ല. അപ്പോൾ ദിവസം ഉമ്മയെ വിളിക്കും, കാര്യം സംസാരിക്കും. പക്ഷേ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോഴത്തേക്കും നീണ്ട ഗ്യാപ്പ് എടുത്തിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഉം. അവരെൻ്റെ സുഹൃത്തുക്കളാണ്. ഓക്കെ. എവിടെ പോയാലും എനിക്ക് ഫ്രണ്ട്സ് വേണം. ആരും ഇല്ലെങ്കിൽ ഇനി പറ്റില്ല. എനിക്ക് പറ്റൂ. ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഇരിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിന്തിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് നാദിറനെ എപ്പോഴും ചുറ്റിപ്പറ്റി നമുക്ക് ആൾക്കാർ ഓടുന്ന ആൾക്കാരെ എവിടെ പോലും കാണുന്നത്. പറയും 5, 6 വാലുണ്ടാവും. അതെ. കോളേജ് പഠിച്ചപ്പോൾ തൊട്ട് എനിക്ക് അത് എപ്പോഴും എന്തുകൊണ്ടെന്നും കൂടെയാണ്. കുട്ടിക്കാലത്ത് അതില്ലായിരുന്നു. ഇപ്പൊ കുറച്ച് കിട്ടുന്നതിന്റെ അഹങ്കാരമായിരിക്കും. അഹങ്കാരം. പണ്ട് ഒട്ടും ഇല്ലായിരുന്നു. ഞാൻ പണ്ട് അതെല്ലാവരുടെയും വിചാരിച്ചു സ്കൂളിലൊക്കെ പണ്ടത്തെ പോലെയല്ല
ട്രാൻസ് വ്യക്തിത്വങ്ങൾക്ക് ഇപ്പോൾ വളരെയേറെ ബഹുമാനവും അവരർഹിക്കുന്ന പ്രാധാന്യവും ഒക്കെ കൊടുക്കുന്ന ഒരു സമൂഹം തന്നെയാണ് നമ്മുടേത്. ഒരു പരിധിവരെയും പലരെയും പരിഹസിക്കാറും കളിയാക്കാറും ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ പല സ്ഥലങ്ങളിലും പല ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ പല മെയിൽ ഉദ്യോഗസ്ഥരും ഒക്കെ പല സ്ഥാനങ്ങളിലും ഇരിക്കുന്നവരിൽ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് എന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അത് ഒരു മേഖലയിലല്ല, പല മേഖലകളിലും ട്രാൻസ് വ്യക്തിത്വങ്ങൾ അവരുടെ കയ്യിൽ അടയാളം പതിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പണ്ടത്തെ കാലത്തിൽ നിന്ന് മാറി ട്രാൻസ് വ്യക്തിത്വം എന്നാൽ എന്താണ് എന്ന് കൂടുതൽ മനസ്സിലാക്കാൻ ആളുകൾ തയ്യാറായി കഴിഞ്ഞു. അവരെ കൂടുതൽ ബഹുമാനിക്കാനും അവരങ്ങനെ ഊട്ടിപ്പായിക്കേണ്ടവരല്ല എന്നൊരു വ്യക്തതയിലേക്ക് നമ്മൾ വരാനുമൊക്കെ തുടങ്ങി. അതിന് കാരണം ഈ സോഷ്യൽ മീഡിയയിൽ ഉള്ള കുറേ ആളുകളാണ്. അതായത് നമ്മുടെ രഞ്ജു, രഞ്ജിമാർ, സീമ, വിനീത്, നാദിറ തുടങ്ങിയ വ്യക്തിത്വങ്ങളൊക്കെ തന്നെയാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പേര് തന്നെയാണ് നാദിറ മെഹറിൻ എന്ന പെൺകുട്ടിയുടേത്. ഒരു ട്രാൻസ് വ്യക്തിത്വമാണെങ്കിൽ കൂടി തൻ്റെ നിലപാടുകൾ ഒരിക്കലും പതറാതെ പറഞ്ഞിട്ടുള്ള ഒരാളാണ് നാദിറ. ബിഗ് ബോസിലൂടെയാണ് നാദിറയെക്കുറിച്ച് നമ്മൾ കൂടുതലായി മനസ്സിലാക്കിയത്. ബിഗ് ബോസ് മലയാളത്തിൽ മത്സരാർത്ഥിയായി എത്തിയതോടെ മലയാളികൾക്ക് ഏറെ സുപരിചിതയായി മാറിയ ആളാണ് നാദിറ മെഹറിൻ. ഷോയിൽ മികച്ചൊരു മത്സരാർത്ഥിയായിട്ടായിരുന്നു പുറത്തേക്ക് നാദിറ എത്തിയത്. നാദിറ മണി ബോക്സ് ആണ് അന്ന് തിരഞ്ഞെടുത്തത്. ഇതിന് പിന്നാലെ വാർത്താ അവതാരകയായും നിറഞ്ഞു നിൽക്കുകയാണ് നാദിറ. തൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് നാദിറ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധ നേടുകയാണ്. വാപ്പയ്ക്കും ഉമ്മയ്ക്കും തന്നെ ഉസ്താദാക്കണമെന്നായിരുന്നു ആഗ്രഹമെന്നും താനും സ്വപ്നം കണ്ടിരുന്നു എന്നാണ് നാദിർ പറയുന്നത്. ഞാൻ കറുത്തിരുന്നാലും വെളുത്തിരുന്നാലും എൻ്റെ വീട്ടുകാർക്ക് അവരുടെ മകനാണ് ഞാൻ. നാളെ ഞാൻ കിടപ്പിലായാൽ പോലും അവർക്ക് ഞാൻ മകനാണ്. കുട്ടിക്കാലത്ത് എനിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് അവർക്ക് തോന്നിയിട്ടുമില്ല. പക്ഷേ സമൂഹം അവരോട് നവാസേ നിന്റെ മകൻ എന്താ അങ്ങനെ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ വാപ്പയ്ക്ക് ബുദ്ധിമുട്ടാണ്. ഭാവിയിൽ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം, കുടുംബം നോക്കണം, ജോലിക്ക് പോകണം. പ്രത്യേകിച്ച് എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ദുബായിൽ ജോലിക്ക് പോകുന്ന ആണുങ്ങളാണുള്ളത്. അങ്ങനത്തെ പ്രാരാബ്ദങ്ങൾ ഏറ്റെടുക്കുന്ന പുരുഷനായിട്ടാണ് ഞാൻ സ്വപ്നം കാണുന്നത്. പക്ഷേ ഞാനൊരു പെണ്ണായി മാറുമെന്ന് പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ തോന്നിയിട്ടേയില്ല. പെൺകുട്ടിയാണെന്ന് ചിന്തിക്കുന്നത് തന്നെ അതാകുന്നതിന് 1-2 വർഷം മുൻപാണ്. അതായത് 16 വയസ്സ് വരെ എനിക്ക് വലിയ സ്വപ്നം എന്നത് വിവാഹവും ജോലിയും സാമ്പത്തികവും ഒക്കെ ആയിരുന്നു. ഞാനൊരു ഓർത്തഡോക്സ് ഫാമിലിയാണ്. അത് എനിക്കിഷ്ടവുമാണ്. ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്ന ആളാണ് ഞാൻ. എൻ്റെ വീട്ടുകാർ സ്വപ്നം കണ്ടത് ഒരിക്കലും സാധിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു മകനാണ് ഞാൻ. അതിലെനിക്ക് ഭയങ്കര സങ്കടവുമുണ്ട്. അവർക്ക് എന്നെ ഒരു ഉസ്താദാക്കണമെന്നായിരുന്നു ആഗ്രഹം. എനിക്കും ആ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അതിനുവേണ്ടി പഠിക്കണമെന്നൊക്കെ സ്വപ്നം കണ്ടിരുന്നു. അവർ ആഗ്രഹിച്ച ഒരു കാര്യം സാധിച്ചു കൊടുക്കാൻ ഭാഗ്യമില്ലാതായി പോയെന്ന വിഷമം ഇപ്പോഴുമുണ്ട്. മിനിമം ഒരു വീട്ടുകാർ ചിന്തിക്കുന്നതൊക്കെ മക്കൾക്ക് സാധിക്കാനായിട്ടുണ്ട്. പക്ഷേ എനിക്കതൊട്ടും പറ്റിയിട്ടില്ല. അവരുടെ കാഴ്ചപ്പാടിൽ എനിക്ക് ശേഷം വരുന്നൊരു തലമുറയില്ലേ, അതിന് എനിക്ക് സാധിച്ചില്ല. അവർക്ക് ഇഷ്ടപ്പെടുന്നൊരു ജോലി ചെയ്യുന്ന ആളാകാൻ സാധിച്ചില്ല. അവർക്ക് നല്ലൊരു മകനാകാൻ പറ്റിയില്ല എന്നതാണ്. ഇതെല്ലാം വളരെ വേദനയോടെ എന്നാൽ പക്വതയോടെയാണ് നാദിറ നമ്മളോട് പങ്കുവെക്കുന്നത്. ഒരു 5ാം ക്ലാസ്സൊക്കെ കഴിയുന്ന സമയത്ത് തന്നെ തനിക്കുണ്ടായ മാറ്റങ്ങൾ, ശാരീരികമായും മാനസികവുമായിട്ടുണ്ടായ മാറ്റങ്ങൾ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ തിരിച്ചറിയുകയും അവർ ഒരു പരിഹാസപാത്രമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അത് നാദിറ തുറന്നു പറയുന്നു. വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് അനിയത്തിയുടെ വസ്ത്രങ്ങൾ ഇട്ട് നോക്കുകയും കൺമഷി എഴുതുകയും പൊട്ട് തൊട്ട് നോക്കുകയും പെണ്ണായി മാറാൻ ആഗ്രഹിച്ചിരുന്നെന്നും പറയുന്നുണ്ട്. എന്നാൽ തൻ്റെ ജീവിതത്തിലെ ഒരു ഘട്ടത്തിൽ ആണായി തിരിച്ച് വീട്ടിലേക്ക് ചെല്ലട്ടെ, അങ്ങനെ വീട്ടിലേക്ക് ചെന്നാൽ വീട്ടിൽ കയറ്റുമോ എന്ന് നാദിറ ചോദിച്ചിരുന്നു എന്നും നാദിറ തുറന്നു പറയുന്നു. ഒരു വലിയ കടൽ തന്നെയാണ് നാദിറ താണ്ടി വന്നിരിക്കുന്നത് എന്ന് ഈ